Ladies and gentlemen, this is Adarsh and welcome to My Gonadi. ജീതു ജോസഫ് ത്രില്ലർ വലത് വശത്തെ കള്ളൻ. സോ ഒരു ജീതു ജോസഫ് ത്രില്ലർ അല്ലെങ്കിൽ ജീതു ജോസഫ് അപരാധം അതുകൊണ്ടൊന്നും അല്ല ഞാൻ ഈ സിനിമ കാണാൻ പോയത്. നമ്മുടെ ബിജു മേനോൻ ആൻഡ് ജോജു ജോർജ് രണ്ടുപേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ബിജു മേനോന്റെ ഒരു സിനിമ കണ്ടിട്ട് കുറെ ആയി. ആ ബാസ് സൗണ്ടില് അങ്ങേര് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് പറഞ്ഞപ്പോ തന്നെ നോം കൃതാർത്ഥനായി. സോ ഈ സിനിമ കണ്ടതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, ദൃശ്യം 3 കാണാൻ ഞാൻ ഒരു ഹൈപ്പും വെക്കില്ല, ഒരു ഹോപ്പും വെക്കില്ല, ഒരു തേങ്ങാ പിണ്ണാക്കും വെക്കില്ല. അണ്ണ ജീതു ജോസഫ് അണ്ണ, ഏത് നൂറ്റാണ്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? സോ എനിക്ക് തോന്നുന്നു ഇങ്ങേർക്ക് മറ്റേ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറണം, ഏറ്റവും കൂടുതൽ ത്രില്ലർ അപരാധങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു പറഞ്ഞിട്ട്. അങ്ങനെ എടുത്തു വെച്ച ഒരു അപരാധം പിടിച്ചൊരു പടമാണ് വലത് വശത്തെ കള്ളൻ. സോ മിറാഷ് ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്വിസ്റ്റിനുള്ളിലെ സിനിമ എന്നായിരുന്നു ആ സിനിമയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പച്ചക്കള്ളം പറയുന്നതൊക്കെ ട്വിസ്റ്റ് ആയോ ഇപ്പോ? എന്നാൽ ഈ സിനിമയില് ഫിലോസഫി എന്താണ്, ഫെമിനിസം എന്താണ്, മെയിൽ ഷോമനിസം എന്താണ്, സിമ്പതി എന്താണ്, എങ്ങനെ ബാങ്ക് എക്സാമിന് പസിൽ സോൾവ് ചെയ്യുക, ഇതൊക്കെ അറിയണം. എന്നാ ഈ സിനിമ പോയി കാണാം. സ്വന്തം മകളെ കൊന്ന ഒരുത്തന്റെ അടുത്ത് തന്തപ്പിടിക്കുക, ആ കൊച്ചിന്റെ തന്തപ്പിടിക്ക് സിമ്പതി. 5 ക്ലൂ തരാ, ആ 5 ക്ലൂ ശരിയാക്കി കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ട് പൊക്കോ. ഏത് യൂണിവേഴ്സിലാണ് ഇങ്ങനെ നടക്കുക? ആൻഡ് കാണാതായ മകന്റെ തന്തപ്പിടി അതിലേറെ. ഈ തട്ടിക്കൊണ്ടുപോയ ആള് 5 മിനിറ്റിൽ ചാവും, വിഷം കഴിച്ചിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും മകനെ രക്ഷിക്കാൻ നോക്കാം. ഇല്ല, പേനയും പേപ്പറും തന്നെ, ഞാൻ കഥാപ്രസംഗം എഴുതി കളിക്കട്ടെ. അയ്യേ. ആൻഡ് വേറൊരാളുണ്ട്. സോ ഇതിൽ നമ്മുടെ ജോജുവിന്റെ ഭാര്യ ലെനയാണ്. ലെന അടുത്ത വിഷം കഴിച്ചിരിക്കുകയാണ് കേട്ടോ. കാലൻ വന്ന് വിളിച്ചപ്പോ ലെന പറയാണ്, നിക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ബിജു മേനോൻ വിളിക്കട്ടെ, ബിജു മേനോൻ ഒരു ക്ലൂ കൊടുക്കാണ്ട്, ഒരു മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കാണ്ട്, എന്നിട്ട് ഞാൻ വരാ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ചേച്ചി. ഒരു സീനും അടുത്ത സീനും തമ്മിൽ അവർ കണക്ട് ചെയ്തിരിക്കുന്ന രീതി തന്നെ ഭയങ്കര വേസ്റ്റ് ആണ്. ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷനോ ഒരു ജസ്റ്റിഫിക്കേഷൻ പോലും ഇല്ല. എന്തൊക്കെ 150 കേസ് കൊണ്ടുവരുന്നുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ഒരു ലോഡ് മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട്, എന്നിട്ട് അവസാനം പറയാണ് ആ ചെക്കൻ ചത്തോട്ടെ എന്ന്. പിന്നെ ഈ 2.5 മണിക്കൂർ നമ്മുടെ ഉയരം എന്തിനാണ് എടുക്കുന്നത്? അല്ല, അറിയാൻ ചോദിക്കുകയാണ്. അയ്യേ, ജീതു ജോസഫൊക്കെ ഇത്ര അധപ്പതിച്ചോ? ചേച്ചേ, വളരെ മോശം. ഇതില് നമ്മുടെ ബിജു മേനോൻ ഭയങ്കര കൊടൂര ക്രൂര തന്തപ്പിടി കം പോലീസ് ഓഫീസറാണ്. മകന്റെ മുഖവും മൂഞ്ചൊക്കെ അടിച്ച് ഒതുക്കും, അജാതി ക്യാരക്ടറാണ്. എന്നാൽ ജോജു വന്നിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു തന്തപ്പിടിയാണ്. ആള് ഹാക്കറാണ് കേട്ടോ. സൈബർ സെക്യൂരിറ്റി കോഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്റർപോൾ റിക്രൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ഹാക്കറാണ് ഇത്ര. സോ ഒരാൾക്ക് ഹാക്കിംഗ് അറിയാ പറഞ്ഞിട്ട് എല്ലാ കേസും അങ്ങനെ തെളിയിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങേർക്ക് ഹാക്കിംഗ് അറിയാലോ, അല്ലാതെ അത് എങ്ങനെ തെളിയിക്കണേ, എന്തിനാ തെളിയിക്കണേ, അതൊന്നും കാണിക്കില്ല. സൈഡിൽ ഹാക്കിംഗ് എഴുതി കാണിക്കും, ഇടയ്ക്ക് 2 തവണ സൈബർ സെക്യൂരിറ്റി എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അയാൾ മുടുക്കനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത്ര മിറാഷ് ആണ് തോന്നുന്നു ഇങ്ങേരുടെ കരിയറിലെ ഏറ്റവും വേസ്റ്റ് പടമായിട്ട് എനിക്ക് തോന്നിയത്. അല്ല, അത് വലതുവശത്തെ കള്ളനാണ്. ബിലോ ആവറേജ് പടം, ബിലോ ആവറേജ് പടം. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പിന്നെയും കണ്ടിരിക്കാം. തുടക്കം നമ്മുടെ ആരോ ശ്യാമപ്രസാദിന്റെ ഫിലോസഫി ക്ലാസ്സിലാണ്. സോ അവിടുന്ന് തന്നെ വലിപ്പിക്കലാണ്. സ്റ്റിൽ രസമുണ്ട്. ഇങ്ങനെ ജോജുവിന്റെ ഫാമിലി കാണിക്കുമ്പോൾ ഒരു രസമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടുവേർഡ്സ് ഇന്റർവെൽ ആയപ്പോ പടം അവിടെ തീർന്നു. അതായത് ഇനി ഫ്രണ്ടിലോട്ട് ഒന്നുമില്ല. ഇത് മറ്റേ വിഷ്ണു വിശാലിന്റെ ആര്യൻ പറഞ്ഞ സിനിമയില്ലേ, അതേപോലെയൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ആര്യനിൽ പറയുന്നുണ്ടല്ലോ, എന്തിനാ ഇവരെ കൊന്നത് ചോദിച്ചാൽ ഇവരെയൊക്കെ ഫേമസ് ആക്കാൻ വേണ്ടി കൊന്നതാണ്. എന്നാൽ ഇതില് മെയിൽ ഷോവനിസം എന്താണ്, ഫെമിനിസം എന്താണ്, അതേപോലെ തന്നെ ഫിലോസഫി എന്താണ്, ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര. നമ്മൾ വല്ല ക്ലാസ്സിനും പോയാൽ പോരെ. അല്ലെങ്കിൽ ഇവിടെ ഫെമിനിസ്റ്റിനെയും ഫെമിനിസവും തട്ടി നടക്കാൻ വയ്യാത്ത ഒരു സമയത്ത് അണ്ണന്റെ വക ക്ലാസ് വേറെ. ഒരു ത്രില്ലർ സിനിമയിൽ അല്ലെങ്കിൽ ഒരു ഹൊറർ സിനിമയിലൊക്കെ എന്തിന് ഫെമിനിസം? അയ്യേ, ഇതിപ്പോ സിനിമ ഏതാ, റിയൽ ലൈഫ് ഏതാ? അല്ല, അറിയാൻ ചോദിക്കുകയാണ്. ഇതിൽ നമ്മുടെ ബിജു മേനോന്റെ മകനായിട്ട് മറ്റേ പയ്യനാണ്, മറ്റേ ആട് ജീവിതത്തിലെ പയ്യൻ ഗോകുൽ. ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. പിന്നെ നമ്മുടെ ഈ ജീതു ജോസഫിന്റെ സ്ഥിരം കുറച്ച് ആൾക്കാരുണ്ടല്ലോ, വാ പൊളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ദൃശ്യം 2 ഒരു വക്കീല് അയമയെ കൊണ്ടുവന്നിട്ടുണ്ട് ഡോക്ടറായിട്ട്. പിന്നെ നിരഞ്ജന അനൂപ്, എന്തിനാണ് ആ കൊച്ചിനെ കൊണ്ടുവന്നെന്ന് ജീതു ജോസഫിന് പോലും അറിയില്ല. ബിജു മേനോനും ജോജു ജോർജും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതൊക്കെ കേക്ക് വാക്ക് പരിപാടിയാണ്. നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫൗണ്ടേഷൻ വീക്ക് ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ മുകളിൽ കൊണ്ടേ താജ്മഹാൾ കെട്ടിയത്, കുത്തബ് മീനാർ കെട്ടിയത്, അത് ഇന്നോ നാളെ ഇടിഞ്ഞു വീഴും. അതാണ് അവസ്ഥ. ഈ സിനിമയുടെ മ്യൂസിക് വർക്ക് ദാറ്റ് വാസ് ആക്ച്വലി നൈസ്. ഞാൻ പറഞ്ഞില്ലേ, മുങ്ങാൻ പോണ കപ്പലിന് ഏഷ്യൻ പെയിന്റ്സ് അടിച്ചിട്ട് എന്ത് കാര്യം,
ബർജർ അടിച്ചിട്ട് എന്ത് കാര്യം? അജാതി ഒരു പടം. ഇത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതെന്തോ മെമ്മറീസ് ആയിട്ട് എന്തോ ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്ത് മഴയാ, ഇരുട്ടാ, അതോ സൈക്കോപാത്ത് എന്നുള്ള വാക്കോ? വേറെ ഒരു സിമിലാരിറ്റിയും തോന്നിയില്ല. ഇതൊരു പ്യുവർ ഷുവർ ഷോട്ട് അപരാധമായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഇതിന്റെ സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ നിർത്തിയാൽ മതി പടം, ആയിക്കോട്ടെ, ഒരു സിമ്പിൾ പടം എന്നുള്ള രീതിയിൽ കഴിഞ്ഞു. എന്നാ ഇത് വലിച്ചു നീട്ടി കൊന്നവന്റെ വീട്ടുകാർക്ക് സങ്കടമില്ല, തട്ടിക്കൊണ്ടുപോയതിന്റെ തന്തപ്പിടിക്ക് സങ്കടമില്ല, പിന്നെ നമുക്കാണ് സങ്കടാവും. നിങ്ങളുടെയൊക്കെ മകനെയും മകളെ തല്ലിക്കൊന്നതിന് നമുക്കാണ് സങ്കടാവും. ഇത് മറ്റേ UA റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിൽ 1-2 സീനൊക്കെ കുറച്ച് ക്രൂരമായ പോലെ തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇതില് ഒരു കൊച്ചു സൂയിസൈഡ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇനി പിള്ളേര് നാളെ എന്ത് വന്നാലും ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാ പറഞ്ഞിട്ട് പോയി സൂയിസൈഡ് ചെയ്യും ചിലപ്പോൾ. അതിനൊരു പ്രോപ്പർ ആയിട്ടൊരു ക്ലോഷർ പോലും അവിടെ കൊടുക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യം പോയി സൂയിസൈഡ് ചെയ്യുക, വീട്ടുകാർ വിശ്വസിച്ചില്ലെങ്കിൽ. ആ ഒരു രീതിയിലാണ് ആ സീൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒന്ന് സിനിമയിൽ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൾക്കാര്, ഞങ്ങൾ അത് കണ്ട് ചെയ്യാ പറഞ്ഞിട്ട്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഒട്ടും വർക്കാവാത്ത ഒരു വേസ്റ്റ് പടമാണ് വലതുവശത്തെ കള്ളൻ. എക്സ്പെക്ടേഷൻസ് വാസ് സ്കൈ ഹൈ എന്നൊന്നും പറയുന്നില്ല. ഭയങ്കര ലോ എക്സ്പെക്ടേഷനിൽ പോയി കണ്ടതാണ്. സ്റ്റിൽ വർക്കായിട്ടില്ല. സോ വേണ്ടവർ കണ്ടു നോക്കുക.